സോഷ്യോളജിയിലെ ഷുവർ ക്വസ്റ്റ്യനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് ലൈക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, നമുക്ക് നോക്കാം. പാർട്ട് 3 ആണ് ചെയ്യുന്നത്. സ്റ്റാറ്റസ് സെറ്റ്, പദവിക്കൂട്ടങ്ങൾ. ഇൻ എ മോഡേൺ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഒക്കുപ്പൈസ് മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് വിച്ച് ആർ ടേംഡ് ആസ് സ്റ്റാറ്റസ് സെറ്റ്. ഇൻ എ മോഡേൺ സൊസൈറ്റി, ആധുനിക സമൂഹത്തിൽ ഒരു വ്യക്തി അനേകം പദവികൾ വഹിക്കുന്നു. ഇതിനെയാണ് പദവിക്കൂട്ടങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പദവിക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആധുനിക സമൂഹത്തിൽ ഒരു വ്യക്തി അനേകം പദവികൾ വഹിക്കുന്നുണ്ട്. ഇതിനെയാണ് പദവിക്കൂട്ടങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയാകാം. അടുത്തത് സ്റ്റാറ്റസ് സീക്വൻസ് ആണ്, പദവിക്രമമാണ്. ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ വഹിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് വിളിക്കുക. ഒരു വ്യക്തി ജീവിതചക്രത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ ആർജിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് വിളിക്കുക. ഉദാഹരണം കൂടി എഴുതി വെക്കണം. ഒരു പുത്രൻ കുറച്ച് കഴിഞ്ഞാൽ പിതാവാകും. ഈ പുത്രൻ തന്നെ പിതാവായി, പിന്നീട് മുത്തച്ഛനായി, മുതുമുത്തച്ഛനായി തീരുന്നു. ഇതാണ് പദവിക്രമം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ, തെറ്റരുതേ. അടുത്തത് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. ഇത് പങ്കിൻ്റെ ഒരു സവിശേഷതയാണ്, ധർമ്മസ്ഥിരത. സമൂഹത്തിലെ ചില അംഗങ്ങൾക്ക് ചില സവിശേഷ ധർമ്മം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. സമൂഹത്തിലെ ചില അംഗങ്ങൾക്ക് ചില സവിശേഷ ധർമ്മം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ഉദാഹരണം, പുരുഷന്മാർ മാൻ ആസ് ബ്രെഡ് വിന്നർ ആൻഡ് വുമൻസ് ആസ് ഹോം മേക്കർ. പുരുഷന്മാരുടെ ധർമ്മം എന്ന് പറയുന്നത്, അവരുടെ പങ്ക്, അവരുടെ റോള് എന്ന് പറയുന്നത് കുടുംബം പോറ്റലാണ്. സ്ത്രീകളുടെ ധർമ്മം എന്ന് പറയുന്നത് വീട്ടുജോലിയാണ്, ഹോം മേക്കറാണ്, വീട്ടുജോലിയാണ് എന്നിങ്ങനെ സമൂഹം എന്ത് ചെയ്യുന്നു, നിർണ്ണയിക്കുന്നു. ഇതിനെയാണ് ധർമ്മസ്ഥിരത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ധർമ്മസ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിലെ ചില അംഗങ്ങൾക്ക് ചില സവിശേഷ ധർമ്മം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ധർമ്മസ്ഥിരത അല്ലെങ്കിൽ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ്. സീരിയൽ മോണോഗമി, അനുക്രമ ഏകവിവാഹം. എന്താണിത്? ചില സമൂഹങ്ങളിൽ പങ്കാളിയുടെ മരണശേഷമോ വിവാഹമോചനത്തിന് ശേഷമോ വ്യക്തികളെ വീണ്ടും വിവാഹം ചെയ്യാൻ അനുവദിക്കുകയും എന്നാൽ ഒന്നിലധികം പങ്കാളിയെ സ്വീകരിക്കാൻ അവർക്ക് അനുവാദമില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഏകവിവാഹമാണ് സീരിയൽ മോണോഗമി. ക്ലിയർ അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുടെ ഭാര്യ മരിച്ചു. സ്വാഭാവികമായിട്ടും വീണ്ടും വിവാഹം ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ഇതിനെയാണ് സീരിയൽ മോണോഗമി, അനുക്രമ ഏകവിവാഹം എന്ന് പറയുക. അപ്പോൾ വിവാഹത്തിൻ്റെ രൂപങ്ങൾ എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹത്തിൻ്റെ രൂപങ്ങൾ എത്രണ്ണം? ഫോംസ് ഓഫ് മാരേജ് എത്ര? 2 ടൈപ്സ് അല്ലേ? മോണോഗമി, പോളിഗമി. ഏകവിവാഹം, ബഹുവിവാഹം. ഏകവിവാഹം, മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രം അനുവദിക്കുന്ന വിവാഹ രൂപമാണ് ഏകവിവാഹം. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രം അനുവദിക്കുന്ന വിവാഹ രൂപമാണ് ഏകവിവാഹം അല്ലേ? ഏകവിവാഹമാണ് പൊതുവെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു വിവാഹ രീതി എന്ന് പറയുന്നത്. അടുത്തത് മോണോഗമിയാണ്. മോണോഗമിയാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് പോളിഗമിയാണ്. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പങ്കാളികളെ വിവാഹം ചെയ്യുന്നതിനാണ് ബഹുവിവാഹം അല്ലെങ്കിൽ പോളി എന്ന് പറഞ്ഞാൽ 2, പോളിഗമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മോണോഗമി എന്താണ്? ഒരു വ്യക്തി ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രം വിവാഹം അനുവദിക്കുന്നു. ബഹുവിവാഹമോ പോളിഗമിയോ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പങ്കാളികളെ വിവാഹം ചെയ്യുന്നതിനുള്ള നിയമമാണ് ബഹുവിവാഹം. ഇനി ഈ ബഹുവിവാഹത്തെ, പോളിഗമിയെ 2ആയി തരംതിരിക്കാം. പോളിജനി, പോളിയാൻഡ്രി. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരേ സമയം 2ഓ അതിലധികമോ ഭാര്യമാർ ഉണ്ടായിരിക്കുന്ന സമ്പ്രദായമാണ് ബഹുഭാര്യത്വം. ഉദാഹരണം, ധാരാളം ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ, പല മതത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ, സമുദായത്തിൽ ഈ ബഹുഭാര്യത്വമുണ്ട്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം ചെയ്യാം. ഈ രൂപമാണ് ബഹുഭാര്യത്വം. ഇനി ബഹുഭർത്തൃത്വം, ഒരു സ്ത്രീക്ക് ഒരേ സമയം 2ഓ അതിലധികമോ ഭർത്താക്കന്മാരെ വിവാഹം ചെയ്യാം അല്ലേ? ഒരേ സമയം 2ഓ അതിലധികമോ ഭർത്താക്കന്മാരെ വിവാഹം ചെയ്യുന്നതിനുള്ള അധികാരമാണ് ബഹുഭർത്തൃത്വം. ഉദാഹരണം, ടിബറ്റൻസ്, കോട്ടസ്, ഒറ്റാഡാസ്. ഇതൊക്കെ ആദിവാസി സമൂഹമാണ്. ആദിവാസി സമൂഹങ്ങളായ ടൊഡാസ്,
കോട്ടസ് ഇവരൊക്കെ അതല്ലെങ്കിൽ ടിബറ്റൻസ് ഒക്കെ ബഹുഭർത്തൃത്വം നിലനിൽക്കുന്ന സമൂഹമാണ്. ഇനിയാണ് പറയുന്നത് അനുക്രമ ഏകവിവാഹം. ഇപ്പോൾ പറഞ്ഞത് സീരിയൽ മോണോഗമി, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ചുരുക്കത്തിൽ വിവാഹത്തിൻ്റെ രൂപങ്ങൾ രണ്ടാണ്. ഒന്ന് മോണോഗമി ഏകവിവാഹം, രണ്ട് ബഹുവിവാഹം പോളിഗമി. ഈ ബഹുവിവാഹം രണ്ട് രീതിയിലുണ്ട്: പോളിജിനി, പോളിയാൻഡ്രി, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. പിന്നെ ഇനി അറേഞ്ച്ഡ് മാരേജ് ഉണ്ടല്ലോ. നമ്മുടെ ഇപ്പോൾ കാണുന്ന ചില സമൂഹങ്ങളിൽ വിവാഹത്തിന് പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിരിക്കും അല്ലേ? മാതാപിതാക്കളോ ബന്ധുക്കളോ. പിന്നെ വിവാഹ പങ്കാളികൾക്ക് തീരുമാനമെടുക്കാനുള്ള യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില സമുദായങ്ങളിൽ വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വിവാഹ പങ്കാളികളായി തിരഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ മാതാപിതാക്കളോ ബന്ധുക്കളോ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് അറേഞ്ച്ഡ് മാരേജ് അല്ലേ? അത് പഠിച്ചില്ലേ? ഇനി 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് സ്വഗണ വിവാഹം. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ആദ്യം പഠിക്കണം. പിന്നെ റൂൾസ് ഓഫ് മാരേജ്, വിവാഹത്തിൻ്റെ നിയമങ്ങൾ. ഓക്കെ, അത് 2 രീതിയിലാണുള്ളത്. ഒന്ന് എൻഡോഗമി, സ്വഗണ വിവാഹം. മറ്റൊന്ന് ബഹിർഗണ വിവാഹം അല്ലെങ്കിൽ എക്സോഗമി. എന്താണ് എൻഡോഗമി, സ്വഗണ വിവാഹം എന്ന് പറഞ്ഞാൽ? സ്വന്തം ഗ്രൂപ്പിൽ നിന്ന്, സ്വന്തം ഗണത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് സ്വഗണ വിവാഹം. സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് സ്വഗണ വിവാഹം. ഇവിടെ സ്വന്തം ഗ്രൂപ്പിന് പുറമേ നിന്നുള്ളവരെ വിവാഹം ചെയ്യാൻ അനുവദിക്കില്ല. ഉദാഹരണം ജാതി, ഗോത്രം മുതലായ ഗണങ്ങൾ. ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ അതേ ജാതിയിൽപ്പെട്ട ആളുകളെ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനാണ് സ്വഗണ വിവാഹം എന്ന് പറയുക. ഇനി അടുത്തത് എക്സോഗമി, ബഹിർഗണ വിവാഹം. ഒരു വ്യക്തി സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരെ വിവാഹം ചെയ്യുന്ന രീതിയാണ് ബഹിർഗണ വിവാഹം അല്ലെങ്കിൽ എക്സോഗമി അല്ലേ? സ്വഗണ വിവാഹത്തിന്റെ നേരെ വിപരീതമാണ് അല്ലേ? ഇനി ഇതിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്, വില്ലേജ് എക്സോഗമി ഉണ്ട്, ഗ്രാമ ബഹിർഗണ വിവാഹം. വില്ലേജ് എക്സോഗമി എന്ന് പറഞ്ഞാൽ ഗ്രാമ ബഹിർഗണ വിവാഹം. ഇതെന്താ? പെൺമക്കളെ സ്വന്തം വീട്ടിൽ നിന്ന് വിദൂര ഗ്രാമങ്ങളിലെ കുടുംബങ്ങളിലേക്ക് വിവാഹം ചെയ്ത് അയക്കുന്നതാണ് ഗ്രാമ ബഹിർഗണ വിവാഹം. സിമ്പിളാണ്. ഗ്രാമത്തിൽ നിന്ന് പെൺമക്കളെ സ്വന്തം വീട്ടിൽ നിന്ന് ദൂര സ്ഥലത്തേക്ക് വിവാഹം ചെയ്ത് അയക്കപ്പെടുന്നതാണ് ഗ്രാമ ബഹിർഗണ വിവാഹം. ക്ലിയർ അല്ലേ? ഇത് തെറ്റരുത് കേട്ടോ. വിവാഹത്തിൻ്റെ നിയമങ്ങൾ, റൂൾസ് ഓഫ് മാരേജ് 2 തരമാണ്, എൻഡോഗമി, എക്സോഗമി. ഇനി ഫോംസ് ഓഫ് മാരേജ് 2 തരമാണ്, മോണോഗമി, പോളിഗമി. ഈ പോളിഗമി 2 വിധമാണ്, പോളിജിനി, പോളിയാൻഡ്രി. ഇത് തെറ്റരുതേ, തെറ്റിയാലേ മാർക്കാണ് പോവും വെറുതെ. അടുത്ത 3ാമത്തെ ചാപ്റ്ററിൽ ചോദ്യം ബന്ധുത്വമാണ്, കിൻഷിപ്പാണ്. ഇത് 2 തരത്തിലുണ്ട്. ആദ്യം കിൻഷിപ്പിന്റെ ഡെഫിനിഷൻ നോക്കാം. വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം എങ്ങനെ ഉണ്ടാവുന്നത്? ഒന്നുകിൽ വിവാഹബന്ധം വഴി, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വഴി. നമ്മുടെ ഏത് കുടുംബത്തിലാണോ ജനിച്ചത് അവരുടെ മാതാപിതാക്കളുടെ വഴിയിലൂടെയാണ് ബന്ധുത്വം ഉണ്ടാവുക. കുടുംബക്കാരെന്ന ഉദ്ദേശം ബന്ധുത്വം. ഓക്കെ, വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹം, രക്തബന്ധം എന്നിവയാണ് ബന്ധുത്വത്തിന്റെ അടിസ്ഥാനം. ഇങ്ങനെ ഈ കിൻഷിപ്പിനെ 2ആയി തരംതിരിക്കാം. ഒന്ന് അഫീനൽ കിൻഷിപ്പ്, വൈവാഹിക ബന്ധുത്വം. മറ്റൊന്ന് സഗോത്ര ബന്ധുത്വം, കോൺസാഗിനസ് കിൻഷിപ്പ്. ഒരിക്കൽ കൂടി, ബന്ധുത്വം 2 തരം: അഫീനൽ കിൻഷിപ്പ്, കോൺസാഗിനസ് കിൻഷിപ്പ്. വൈവാഹിക ബന്ധുത്വം, സഗോത്ര ബന്ധുത്വം. ഈ വൈവാഹിക ബന്ധുത്വം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അഫീനൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധമാണ് വൈവാഹിക ബന്ധുത്വം. ഉദാഹരണം ഭാര്യയും ഭർത്താവും, ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ, മരുമകൾ. ഇതൊക്കെ ഒരു വിവാഹം കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ബന്ധുത്വമാണ്. നിങ്ങളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലെ ആളുകളെ, പിന്നെ ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഭാര്യ, അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ, ഭർത്താവിൻ്റെ അമ്മ, നേരെ ഓപ്പോസിറ്റും. ഇങ്ങനെ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വൈവാഹിക ബന്ധുത്വം. ഇനി അടുത്തത് കോൺസാഗിനസ് കിൻഷിപ്പ്, സഗോത്ര ബന്ധുത്വം എന്ന് പറഞ്ഞാൽ രക്തബന്ധം വഴിയോ പൂർവികത്വം വഴിയോ ഉണ്ടാകുന്ന ബന്ധമാണ് സഗോത്ര ബന്ധുത്വം. ഉദാഹരണം പിതാവ്, പുത്രൻ, പിതാവിൻ്റെ സഹോദരൻ. ഇവരൊക്കെ രക്തബന്ധം വഴിയാണ്, അല്ലെങ്കിൽ പൊതുപൂർവികത്വം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാണ് സഗോത്ര ബന്ധുത്വം. ചുരുക്കത്തിൽ ബന്ധുത്വം എന്ന് പറയുന്നത് 2 തരമാണ്. വൈവാഹിക ബന്ധുത്വം, ഒന്ന് അഫീനൽ കിൻഷിപ്പ്, മറ്റൊന്ന് കോൺസാഗിനസ് കിൻഷിപ്പ്, സഗോത്ര ബന്ധുത്വം. ക്ലിയർ അല്ലേ? 4ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. കൾച്ചറുമായി ബന്ധപ്പെട്ട്, കൾച്ചർ
ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഏകദേശം 13 മാർക്കിനോളം ചോദ്യങ്ങൾ എവിടെ നിന്നുണ്ട്? പിന്നെ സംസ്കാരവും സാമൂഹ്യവൽക്കരണം എന്ന ചാപ്റ്ററിൽ നിന്നുണ്ട്. അപ്പോൾ ഈ കൾച്ചർ എന്നുള്ള ഡെഫിനിഷൻ രണ്ടെണ്ണമാണ് പ്രധാനമായി നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് എഡ്വേർഡ് ടൈലർ, അതേപോലെ മലിനോസ്കി. നോക്കാം, എഡ്വേർഡ് ടൈലറിന്റെ ഡെഫിനിഷൻ എന്താ? സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ച വിജ്ഞാനം, നോളജ്, വിശ്വാസങ്ങൾ, ബിലീഫ്, കല, ആർട്ട്, സദാചാരം, മോറൽസ്, ലോ, നിയമം, കസ്റ്റം, ആചാരം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകത്തുകയാണ് സംസ്കാരം. സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ മനുഷ്യന് ആർജിച്ച വിജ്ഞാനം, വിശ്വാസങ്ങൾ, കല, സദാചാരം, നിയമം, ആചാരങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകത്തുകയാണ് സംസ്കാരം. ഇനി മലിനോസ്കി എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹമാണ് ഫങ്ഷണലിസ്റ്റ് വ്യൂവിന്റെ ഫാദർ, നരവംശാസ്ത്രത്തിലെ നിർവഹണവാദത്തിന്റെ സ്ഥാപകനാണ് മലിനോസ്കി. അദ്ദേഹം പറഞ്ഞിരുന്നത് പൂർവാചിതിക വസ്തുക്കൾ, സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവയടങ്ങുന്നതാണ് സംസ്കാരം. പൂർവാചിത വസ്തുക്കൾ, സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവയടങ്ങുന്നതാണ് സംസ്കാരം. ക്ലിയർ അല്ലേ? സംസ്കാരത്തിന്റെ സവിശേഷത ചോദിച്ചാൽ എന്താ നിങ്ങൾ എഴുതാ? സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരം എന്നാൽ എന്താ? ചിന്ത, മനോഭാവം, വിശ്വാസം എന്നിവയുടെ ഒരു രീതി, ഒരു ജനതയുടെ മൊത്തം ജീവിത രീതി, പെരുമാറ്റത്തിൽ നിന്നുള്ള അമൂർത്തീകരണം, അഭ്യസിച്ച പെരുമാറ്റം. സംസ്കാരം എന്നുള്ളത് പങ്കുവെക്കാനുള്ളതാണ്. വ്യക്തി തൻ്റെ ഗണത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന സാമൂഹ്യ പൈതൃകമാണ്. ഇതൊക്കെ എഴുതണം കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംസ്കാരത്തിൻ്റെ മാനങ്ങൾ. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 മാനങ്ങളാണുള്ളത്: കൊഗ്നിറ്റീവ്, നോർമേറ്റീവ്, മെറ്റീരിയൽ. ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. അതിന് ഉദാഹരണം വരെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇത്. 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി. ഇത് ചിലപ്പോൾ പിന്നെ 2 മാർക്കിന് മാത്രമല്ല ചോദിക്കുക, 4 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. നോക്കാം, എന്താണ് വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായി വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒന്നിനെയാണ് വസ്തുനിഷ്ഠം എന്ന് പറയുന്നത്. മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായി വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒന്നിനെയാണ് വസ്തുനിഷ്ഠം എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാലോ? ആത്മനിഷ്ഠത. വ്യക്തിഗത മൂല്യങ്ങളും പരിഗണനകളും മുൻനിർത്തിയുള്ള നിലപാടിനെയാണ് ആത്മനിഷ്ഠം എന്ന് പറയുന്നത്. വ്യക്തിഗത മൂല്യങ്ങളും പരിഗണനകളും മുൻനിർത്തിയുള്ള നിലപാടിനെയാണ് ആത്മനിഷ്ഠം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു വെക്കണേ. ആ ചാപ്റ്ററിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഡോക്യുമെന്റേഷൻ, പ്രമാണവൽക്കരണം. ഒരു ഗവേഷകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുക, എഴുതി വെക്കുന്ന പ്രക്രിയയാണ് പ്രമാണവൽക്കരണം. ഓക്കെ, ഒരു ഗവേഷകൻ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന പ്രക്രിയയാണ് പ്രമാണവൽക്കരണം, ഡോക്യുമെന്റേഷൻ. നമ്മുടെ നിഗമനങ്ങളുടെ ഉത്ഭവം തിരിയാനും അവ ശരിയാണോ എന്ന് പരിശോധിക്കാനും ഇത് സഹായിക്കുന്നു. അതേപോലെ ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യം നോക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുക. മാത്രമല്ല ഇത് +2നും പഠിക്കാനുള്ളതാണ്. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, എന്നാൽ പിന്നെ +2ന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? നോക്കാം, സെൽഫ് റിഫ്ലെക്സിവിറ്റി, സ്വയം പ്രതിഫലനം അല്ലെങ്കിൽ ആത്മപ്രതിഫലനം എന്നൊക്കെ ചോദിക്കും. ഗവേഷകൻ തൻ്റെ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നതിനെയാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുക. ഇതിലൂടെ തന്നെയും തൻ്റെ ഗവേഷണത്തെയും മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണുന്നു. ഗവേഷകൻ തൻ്റെ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നതിനെയാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുക. അപ്പോൾ ഇപ്പം തന്നെ പഠിക്ക്. ഗവേഷകൻ തൻ്റെ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നതിനെയാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുക. ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് +2ന് എന്തായാലും പഠിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചോ, എന്നാൽ അതല്ലേ ലാഭം. മാർക്ക് കൂടൂലേ? ഈ പ്രാവശ്യം മാർക്ക് കിട്ടും, അടുത്ത പ്രാവശ്യം മാർക്ക് കിട്ടും. ഓക്കെ, നേരത്തെ നാം വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ പറഞ്ഞു, അതേപോലെ റൂൾസ് ഓഫ് മാരേജ് പറഞ്ഞു, വിവാഹത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞു, ബന്ധുത്വം പറഞ്ഞു. ഇനി ഫാമിലി, കുടുംബത്തിൻ്റെ രൂപങ്ങളാണ്. നോക്കാം, കുടുംബത്തിൻ്റെ രൂപങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ. കുടുംബത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ 2 തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് കൂട്ടുകുടുംബം, മറ്റൊന്ന് അണുകുടുംബം. ഓക്കെ, ഒരിക്കൽ കൂടി, കുടുംബത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ 2 തരം തിരിച്ചിരിക്കുന്നു. ഏതൊക്കെ? ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം. ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം. അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? 2 മാർക്കും ചോദിക്കാം അല്ലേ? കുടുംബത്തിൻ്റെ രൂപമാണ് അണുകുടുംബം. ഭർത്താവ്, ഭാര്യ, അവരുടെ വിവാഹം കഴിക്കാത്ത മക്കൾ എന്നിവരടങ്ങുന്നതാണ് അണുകുടുംബം. ഭർത്താവ്, ഭാര്യ, അവരുടെ വിവാഹം കഴിക്കാത്ത മക്കൾ എന്നിവരടങ്ങുന്നതാണ് എന്ത്? അണുകുടുംബം. ഇനി ജോയിന്റ് ഫാമിലിയോ? ജോയിന്റ് ഫാമിലി എന്താ? ജോയിന്റ് ഫാമിലി പറഞ്ഞു നോക്കുക, അറിയില്ലേ? ഇതിന് നേരെ വിപരീതമാണ് അല്ലേ?
രണ്ടിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് കൂട്ടുകുടുംബം എന്ന് പറയുക. ഇതിലൊരു ചോദ്യം വരാറുണ്ട്, അണുകുടുംബങ്ങളിൽ നിന്ന് കൂട്ടുകുടുംബത്തിലേക്കുള്ള മാറ്റം സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് അല്ല മാറ്റം സംഭവിച്ചിട്ടുള്ളത്, മറിച്ച് അണുകുടുംബത്തിൽ നിന്ന് കൂട്ടുകുടുംബങ്ങളിലേക്കാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എ.എം. ഷാ പറഞ്ഞിട്ടുള്ളത്. സോഷ്യലിസ്റ്റായ എ.എം. ഷാ എന്താ പറഞ്ഞത്? എന്താണ്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കൂട്ടുകുടുംബങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു എന്നാണ് എ.എം. ഷാ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്കാം. ഇപ്പോൾ കുടുംബത്തിന്റെ ഘടനയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചത്, അത് പഠിച്ചില്ലേ? ഇനി കുടുംബത്തിന്റെ റെസിഡൻസ്, താമസസ്ഥലം, വാസസ്ഥലത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ. മാതൃസ്ഥാനീയ കുടുംബം, പിതൃസ്ഥാനീയ കുടുംബം. എന്താണ് മാതൃസ്ഥാനീയം, മാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ? നവദമ്പതിമാർ വധുവിന്റെ മാതാപിതാക്കന്മാരുടെ കൂടെ താമസിക്കുന്നു. നവദമ്പതിമാർ വധുവിന്റെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുന്നു. അതാണ് മാതൃസ്ഥാനീയം എന്ന് പറയുന്നത്, മാട്രി ലോക്കൽ. ഇനി പാട്രി ലോക്കൽ, പിതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ 2 മാർക്കിന് അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഫാമിലി ഒറ്റ ഒരു 5-6 മാർക്കിനും ചോദിക്കാം. ഇനി എന്താ പിതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ? നവദമ്പതിമാർ വരന്റെ മാതാപിതാക്കന്മാരുടെ കൂടെ താമസിക്കുന്നു. ഇനി അധികാരം, അതോറിറ്റി, ഓൺ ദി ബേസിസ് ഓഫ് അതോറിറ്റി, അതോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. മാട്രിയാർക്കൽ, പാട്രിയാർക്കൽ. മാതൃമേധാവിത്വം, പിതൃമേധാവിത്വം. ഒരിക്കൽ കൂടി, കുടുംബത്തിന്റെ അധികാരം, അതോറിറ്റി അടിസ്ഥാനമായി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാ? പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ. അപ്പൊ ഇനി പാട്രിയാർക്കൽ, മാതൃമേധാവിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ അധികാരവും ആധിപത്യവും ഉള്ള കുടുംബത്തെയാണ് പാട്രിയാർക്കൽ, പിതൃമേധാവിത്വം എന്ന് പറയുക. ഇനി സ്ത്രീകൾക്കാണ് കൂടുതൽ അധികാരവും ആധിപത്യവും ഉള്ള കുടുംബത്തിനെയാണ് മാതൃമേധാവിത്വം, മാട്രിയാർക്കൽ എന്ന് പറയുക. ഇനി ലീനേജ്, ഓൺ ദ ബേസിസ് ഓഫ് ലീനേജ്, വംശപരമ്പര, പൊതുപൂർവികത്വം, വംശപാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. മാട്രിലീനിയൽ, പാട്രിലീനിയൽ. മാതൃദായ കുടുംബം, പിതൃദായ കുടുംബം. ഒരിക്കൽ കൂടി, ലീനേജ്, വംശപരമ്പരയെ അടിസ്ഥാനമായി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. മാതൃദായ കുടുംബം, മാട്രിലീനിയൽ, പാട്രിലീനിയൽ. മാതൃദായ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വംശപാരമ്പര്യം, നമ്മുടെ ഇനീഷ്യൽ മാതാവിലൂടെ നിലനിൽക്കുന്ന കുടുംബങ്ങളെയാണ് മാതൃദായ കുടുംബം എന്ന് പറയുന്നത്. ഇനി വംശപാരമ്പര്യം പിതാവിലൂടെ നിലനിൽക്കുന്ന കുടുംബങ്ങളെയാണ് പിതൃദായം അല്ലെങ്കിൽ പാട്രിലീനിയൽ എന്ന് പറയാ. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കണം. അതിൽ ദിശാ കുടുംബം, ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. ദിശാ കുടുംബം, ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. ഒരു വ്യക്തി ജനിച്ച കുടുംബത്തെയാണ് ദിശാ കുടുംബം എന്ന് വിളിക്കുക. ഒരു വ്യക്തി ജനിച്ച കുടുംബത്തെയാണ് ദിശാ കുടുംബം എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫാമിലി ഓഫ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ച കുടുംബത്തെയാണ് ദിശാ കുടുംബം. ഇനി പുനരുൽപാദന കുടുംബം, ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. പുനരുൽപാദന കുടുംബം, ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഒരു വ്യക്തി വിവാഹം ചെയ്തയക്കപ്പെടുന്ന കുടുംബത്തെയാണ് പുനരുൽപാദന കുടുംബം എന്ന് പറയുക. ഒരു വ്യക്തി വിവാഹം ചെയ്തയക്കപ്പെടുന്ന കുടുംബത്തെയാണ് പുനരുൽപാദന കുടുംബം എന്ന് പറയുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ കുടുംബത്തിന്റെ രൂപങ്ങൾ, ഫോംസ് ഓഫ് ഫാമിലി ഏതൊക്കെയാ? പറഞ്ഞു നോക്കൂ, നിങ്ങൾ പറഞ്ഞു നോക്കൂ. ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി. പിന്നെയോ താമസ സ്ഥലത്തെ അടിസ്ഥാനമാക്കി പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ. അധികാരം, റെസിഡൻസിനെ അതോറിറ്റി അടിസ്ഥാനമാക്കി പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ. വംശപാരമ്പര്യം, ലീനേജ്, അതിനെ അടിസ്ഥാനമാക്കി മാട്രിലീനിയൽ, പാട്രിലീനിയൽ അല്ലെങ്കിൽ മാതൃദായം, പിതൃദായം. പിന്നെ ദിശാ കുടുംബം, പുനരുൽപാദന കുടുംബം. അറിയാലോ? ക്ലിയർ അല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡിങ് തെറ്റരുത്. ഫോംസ് ഓഫ് ഫാമിലി, ഫോംസ് ഓഫ് മാരേജ്, റൂൾസ് ഓഫ് മാരേജ്, കിൻഷിപ്പ്, ബന്ധുത്വം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡിങ് തെറ്റിയാൽ മാർക്കാണ് പോകട്ടെ, വെറുതെ മാർക്ക് കളയണ്ട. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ ഒന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ എന്ന് പറയുന്നത് സോഷ്യലൈസേഷനും ആൻഡ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷനാണ്. അത് നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങൾ മോഡൽ എക്സാമിനും അതിനു മുമ്പൊക്കെ പഠിച്ച് ശരിക്കും റെഡി ആയി നിൽക്കുകയെന്നാണ് മനസ്സിലാകുന്നത്. സോഷ്യലൈസേഷൻ, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. കുട്ടികളെ, നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഇപ്പോൾ 10-100 ആളുകൾ മാത്രമേ വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ലൈക്കൊന്നും ചെയ്യേണ്ടതില്ല. വേണമെങ്കിൽ അൺലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്കിലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്